നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഈ പോക്ക് പോയാൽ CSKക്ക് വിജയിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി. ബാറ്റ് ചെയ്തിട്ട് ഒരു 500 റൺ അടിക്കുക. ബൗളേഴ്സിന് പിന്നെ ഇഷ്ടം പോലെ റണ്ണ് വാരി കോരി കൊടുക്കാലോ. ഇത് CSK ആരാധകർ നിരാശയോടുകൂടി പറയുന്ന കാര്യമാണ്. നോക്കുക, ഈ ബൗളിംഗ് ലൈനപ്പ് വെച്ച് 250, 300 പോലും സേഫ് അല്ല എന്ന തോന്നലാണ് ഇപ്പോഴുള്ളത്. ടീം ഡേവിഡ് ഇന്നലെ അങ്ങ് കയറി മേഞ്ഞു. വളരെ വളരെ വേഗം, ശരവേഗത്തിൽ റണ്ണ് 200 കടന്ന് 250 എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. 20 ഓവറിൽ 3 വിക്കറ്റിന് 250 റൺസ് RCB അടിച്ചപ്പോൾ CSKക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. സർഫ്രാസ് ഖാനും ജെയ്മി ഒവേർട്ടനും പ്രശാന്ത് വീറും ഒക്കെ അടിച്ച് ഒരുവിധം 200 കടത്തി. അപ്പോൾ ഇതാണ് സ്ഥിതിവിശേഷം. ഇപ്പോൾ CSKക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറഞ്ഞാൽ 500 റൺ അടിക്കുക. വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ഈ സീസണിലെ CSKയുടെ ഇതുവരെയുള്ള ബിഗ്ഗസ്റ്റ് ഡിസപ്പോയിൻമെൻറ്റ് എന്താണെന്നറിയോ? ഋതുരാജ് ഗെയ്ക്വാദും സഞ്ജു സാംസണും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. വലിയ പ്രതീക്ഷയാണ് അവർക്ക് ഈ കൂട്ടുകെട്ടിൽ ഉണ്ടായിരുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സഞ്ജുവിനെ അവരെത്തിച്ചത്. അവർ അതിനുവേണ്ടി കൊടുത്തത് രവീന്ദ്ര ജഡേജ, അതുപോലെ തന്നെ സാം കറൻ, ഇങ്ങനെയുള്ള അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളെയാണ്. ജഡേജയ്ക്ക് അവിടെ ലെജൻഡാണ്. അപ്പോൾ സഞ്ജുവിനെ അവർ കൊണ്ടുവന്നത് വലിയ പ്രതീക്ഷയോടെയാണ്. പക്ഷേ 3 കളികളിലും അദ്ദേഹം സിംഗിൾ ഡിജിറ്റ് സ്കോറിനാണ് ഔട്ടായിരിക്കുന്നത്. സോ CSKയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരാനുള്ളൊരു മാർഗം എന്ന് പറയുന്നത് സഞ്ജുവും ഋതുരാജും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ക്ലിക്കാവുക, അങ്ങനെ പിന്നാലെ മറ്റ് ബാറ്റർമാരും ആഞ്ഞടിച്ച് ബിഗ് സ്കോർ എടുക്കുക എന്നത് മാത്രമാണ്. CSKയുടെ ബൗളിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നും പറയാനില്ലെന്നേ. എല്ലി സിഞ്ചോടായി പകരം സ്ക്വാഡിലേക്ക് കൊണ്ടുവന്ന പ്ലെയറോ, അയാൾ ഇപ്പോൾ റീഹാബിലിറ്റേഷനിലാണ്. ആ റീപ്ലേസ്മെൻറ്റ് തന്നെ പിഴച്ചുപോയി എന്ന് പറയേണ്ടി വരും. എന്നിട്ട് ഈ ബൗളേഴ്സിനെ വെച്ച് മത്സരങ്ങൾ വിജയിക്കാൻ കഴിയില്ല. സോ ഞാനതാ പറഞ്ഞത്, ഒരു 500+ സ്കോർ അടിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും സാധ്യതയുള്ളൂ. ഇപ്പോൾ ഇതേ രൂപത്തിലാണ് പോകുന്നതെങ്കിൽ, 500 അടിക്കുന്നില്ലെങ്കിൽ ഇതേ രൂപത്തിലാണ് പോകുന്നതെങ്കിൽ CSK തോറ്റുകൊണ്ടേയിരിക്കും. ഒരു 4 മത്സരങ്ങളെങ്കിലും ഈ സീസണിൽ CSK ഇങ്ങനെ പോയാൽ വിജയിക്കുകയാണെങ്കിൽ അത് ഭാഗ്യമെന്ന് പറയേണ്ടി വരും. സോ തിരിച്ചു വരവ് അനിവാര്യമാണ്. അതിന് ഇനിയിപ്പോൾ CSKയുടെ മുന്നിലുള്ള ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത കളിയാകുമ്പോഴേക്കും അവർക്ക് ആവശ്യത്തിന് സമയമുണ്ട്. ഒരു 5 ദിവസത്തെ സമയമുണ്ട്. അപ്പോഴേക്കും ഡെവൽഡ് ബ്രവിസ് റിക്കവർ ആവും എന്ന് കരുതണം. ഡെവൽഡ് ബ്രവിസ് റിക്കവർ ആവും, അദ്ദേഹം കളിക്കാൻ ഇറങ്ങും. അതുകൊണ്ട് മാത്രമായില്ലല്ലോ, റൺസ് അപ്പ് വരും എന്നുള്ളത് ശരിയാണ്. ഇപ്പോഴും റണ്ണ് മോശമല്ലാതെ വരുന്നുണ്ട്. ഓപ്പണേഴ്സ് മികച്ച ഫോമിൽ അപ്പോഴേക്കും മാറും എന്ന് കരുതാം. പിന്നെ സ്റ്റിൽ നമുക്ക് CSK ആരാധകരായിട്ടുള്ളവർക്ക് പ്രാർത്ഥിക്കാം, ബൗളിംഗ് എങ്ങനെയെങ്കിലും ക്ലിക്കാവട്ടെ എന്ന്. അതാണ് ഞാൻ കഴിഞ്ഞ മത്സരം കഴിഞ്ഞപ്പോയിട്ട് ഇൻസ്റ്റാഗ്രാമിലെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞത്, CSKയുടെ മുന്നിൽ ഇരുള് മാത്രമെന്ന്. അത് പലർക്കും അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില പേഴ്സണൽ മെസ്സേജുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വന്നു. പക്ഷെ അതാണ് യാഥാർത്ഥ്യം. ഈ ബൗളിംഗ് വെച്ച് CSKയുടെ മുന്നിൽ ഇരുള് മാത്രമാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.